പുഷ്പക് സേഫ് ലാൻഡിംഗിൽ ISROയുടെ ഹാട്രിക് വിജയം. പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ ലാൻഡിംഗ് പരീക്ഷണത്തിൽ തുടർച്ചയായ മൂന്നാം വിജയം അഭിമാനപൂർവ്വം കൈവരിച്ചതായി ISROയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഈ നൂറ്റാണ്ടിലെ വ്യോമയാന രംഗത്തെ മഹാത്ഭുതം തന്നെയാണ് ഇത്. ISRO വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകം വികസിപ്പിച്ചതിലൂടെ നേടിയിരിക്കുന്നത്. അതിനിട്ട് പേര് പുഷ്പക. തികച്ചും യാദൃച്ഛികം. ഇന്ത്യയുടെ പുഷ്പക വിമാനം എന്ന പൗരാണിക ചരിത്ര പരാമർശങ്ങളെ അന്വർത്ഥമാക്കുന്നു. വിമാനം ആദ്യമായി പരാമർശിക്കുന്നത് പുഷ്പക വിമാനത്തിലൂടെയാണ് ലോകത്തിന് മുന്നിൽ. രാമായണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ വൈമാനികൻ രാവണനായാണ് കണക്കാക്കപ്പെടുന്നത്. ആ കാലത്ത് ലങ്കയിൽ വിമാനങ്ങളും വിമാനത്താവളങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്ന സമൂഹമാണ് ശ്രീലങ്കയിൽ ഇന്നും നിലനിൽക്കുന്നത്. എന്നാൽ പ്രാചീന സംസ്കാരങ്ങളെ പുച്ഛിക്കുന്ന പാശ്ചാത്യവാദികൾക്ക് ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അവർ വിമാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് തന്നെ റൈറ്റ് സഹോദരന്മാരുടെ കാലം തൊട്ടാണ്. എന്നാൽ പുരാതന ഗ്രന്ഥങ്ങളിൽ വിമാന നിർമ്മാണത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. രാവണൻ ഉൾപ്പെടുന്ന മയൂരാംഗ രാജവംശം വലിയ യോദ്ധാക്കളും സമർത്ഥരായ ശാസ്ത്ര കുതുകികളുമായിരുന്നു. ജയവർദ്ധനെ അഭിപ്രായപ്പെടുന്നത് ഇതാണ്: റൺവേകളില്ലാത്ത ഇടങ്ങളിൽ ജലമാർഗം ഗ്ലൈഡറുകൾ പോലെ സഞ്ചരിക്കാൻ അന്നത്തെ വിമാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. രാവണനും അദ്ദേഹത്തിന്റെ ലങ്കാപുരിയും എന്നും ശ്രീലങ്കൻ ഗവേഷകർക്ക് ആവേശമാണ്. രാവണനോടുള്ള ആദരസൂചകമായി ശ്രീലങ്ക അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന് രാവണ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ പരാമർശിക്കാൻ കാരണം ഇന്ത്യയുടെ പുഷ്പക വിമാനം അല്ലെങ്കിൽ പുഷ്പക വിമാനം എന്ന ആ ഒരു ആശയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അത് ഏറെ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ പുഷ്പക എന്ന പേരിൽ തന്നെയാണ് ISROയുടെ ഈ ഹാട്രിക് വിജയം നേടിയ പുനരുപയോഗിക്കാവുന്ന ഈ ലോഞ്ച് വെഹിക്കിളിന് പേരിട്ടിരിക്കുന്നത്. ആ പേര് ശരിക്കും ആ പുഷ്പക വിമാനം എന്ന ആ പഴയകാല ആശയത്തെ അന്വർത്ഥമാക്കുകയാണ്. സ്വയം നിയന്ത്രിത ചിറകുള്ള പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ സുരക്ഷിതമായ ലാൻഡിങ്ങിന്റെ അപൂർവ ഹാട്രിക് ആണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ വിജയിച്ചതോടെ ഇപ്പോൾ നാസയും ഈ മേഖലയിൽ നമ്മുടെ ISRO കടത്തിവിട്ടു. ഈ വിമാനത്തിന് ക്രൂ ഇല്ല, ആളില്ലാ വിമാനം ഒരിക്കൽ വിക്ഷേപിച്ച ശേഷം ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തും, വീണ്ടും ഉപയോഗിക്കാം. ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു വന്നിരുന്നത് റോക്കറ്റ് ആയിരുന്നു. റോക്കറ്റ് ലോകത്തെ വിസ്മയവും കൂടിയാകും ഇത്. പോയ ശേഷം ബഹിരാകാശത്ത് ദൗത്യം പൂർത്തിയാക്കി ഒരു റോക്കറ്റ് മടങ്ങി വരാറില്ല. എന്നാൽ പുഷ്പക എന്ന ഈ വിമാനം മടങ്ങിയെത്തും. തുടർച്ചയായ മൂന്നാം വിജയം അഭിമാനപൂർവ്വം ഇന്ന് കൈവരിച്ചതായി ISROയുടെ പ്രസ്താവനയിൽ പറയുന്നു. പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് 7/10 കർണാടകയിലെ ചിത്രദുർഗയിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വിജയകര പരീക്ഷണങ്ങൾ നടത്തിയെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ വഴി ISRO സുരക്ഷിത ലാൻഡിങ്ങുകളുടെ ഹാട്രിക് നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പുഷ്പകിന്റെ പരിക്രമണ പരീക്ഷണത്തിന് കളമൊരുക്കുന്നു. ഇത് ഒരു റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കും. തുടർന്ന് അത് 21ാം നൂറ്റാണ്ടിൽ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ഉപയോഗിക്കാനുള്ള ISROയുടെ ഒരു അദ്വിതീയമായ ആത്മനിർഭർ പരിശ്രമം. ബഹിരാകാശത്തിലേക്കുള്ള ചിലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ഗെയിം ചേഞ്ചർ. സാങ്കേതിക വിദ്യയ്ക്ക് സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങാനാകും എന്നും ചെയർമാൻ സോമനാഥ് വ്യക്തമാക്കി. ഇലക്ട്രോണിക്സ് ഉൾക്കൊള്ളുന്ന റോക്കറ്റിന്റെ ഏറ്റവും ചെലവേറിയ ഭാഗം കൊണ്ടുവരുന്നത് പുഷ്പകിനെ ഇന്ത്യയുടെ ഭാവി റോക്കറ്റ് സാങ്കേതിക വിദ്യയാക്കുന്നു. സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുന്നതിന് ISRO കഠിനാധ്വാനം തുടരുകയാണ് എന്നാണ് സോമനാഥിന്റെ വാക്കുകൾ. ഇന്ത്യ പരിക്രമണ പരീക്ഷണത്തിന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു പരീക്ഷണം വരും. ഓർബിറ്റൽ റീ എൻട്രി വെഹിക്കിൾ, അതിന്റെ പുറം പ്രതലത്തിൽ ഉയർന്ന താപനില സംരക്ഷണ ടൈലുകൾ ഉണ്ടായിരിക്കും. ലിക്വിഡ് റോക്കറ്റ് എഞ്ചിനുകളും പിൻവലിക്കാവുന്ന ലാൻഡിംഗ് ഗിയറുമുണ്ട്. ഒരു വാതിലൂടെ വിന്യസിക്കാൻ കഴിയുന്ന പേലോഡിനുള്ള സ്ഥലവും ഇതിലുണ്ട്. ക്രൂവില്ലെങ്കിലും മറ്റ് ഏജൻസികൾ പൊള്ളയായ റോക്കറ്റ് ഘട്ടങ്ങൾ തിരികെ കൊണ്ടുവരാൻ മാത്രം ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് വിശ്വാസത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. ഇന്നത്തെ പരീക്ഷണത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിക്രമണ പരീക്ഷണത്തിനായി വലിപ്പത്തിൽ വളരെ വലിയ ഒരു പുതിയ വാഹനം നിർമ്മിക്കും. ഒരു ബഹിരാകാശ വിമാനം പോലെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് മുൻപ് ലാൻഡിംഗ് പരീക്ഷണത്തിൽ ആദ്യം പരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് കർമാസ്.